എവരിവൺ മൈ ടെക് ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡ്മി നോട്ട് 8ന്റെ അൺബോക്സിംഗ് പ്ലസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ വേർഷൻ അല്ല, ഗ്ലോബൽ വേർഷൻ ആണ്. അപ്പം 4GB റാം 64GB സ്റ്റോറേജ് വരുന്ന നെറ്റൂൺ ബ്ലൂ കളർ വേരിയന്റ് ആണ്. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഇതിൻ്റെ കവറിനെ കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ സിം ഇജക്ട് ചെയ്യേണ്ട ടൂൾ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും പിന്നെ ഒരു കേസ് വരുന്നുണ്ട്. സോ നമ്മുടെ റെഡ്മി നോട്ട് 8 പ്രോയിലും ഒരു ഗ്രേ കളറാണ്. സോ ഇതിൽ ക്ലിയർ കേസാണ് കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഫോൺ തന്നെ പുറത്തെടുക്കാം. അപ്പം ഇതിൽ 64GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 128GB വരുന്ന 6GB റാമും 128GB സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റും അവൈലബിൾ ആണ്. സോ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് 4GB 64GB സ്റ്റോറേജ് വരുന്ന വേരിയൻ്റ് ആണ്. അപ്പം ഇതാണ് റെഡ്മി നോട്ട് 8. നെക്സ്റ്റ് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇവിടെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതേപോലെ USB Type-C ചാർജിങ് കേബിളും ഇതിൽ അവൈലബിൾ ആണ്. ഹെഡ്ഫോൺസ് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിക്കർ പീൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബൂട്ടിംഗ് സ്ക്രീനിലേക്ക് കൊടുക്കാം. സോ നിങ്ങൾ റെഡ്മി നോട്ട് 8 പ്രോയുടെ അൺബോക്സിങ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഐ കാർഡും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്യാം. സോ റെഡ്മി നോട്ട് 8. അപ്പോൾ നമുക്ക് ഇത് ഫുൾ ഒന്ന് കൺഫിഗർ ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കോൺഫിഗറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോട്ട് 8ന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് പവർ ബട്ടൺ അതുപോലെ വോളിയം റോക്കർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. നമ്മളെ നോട്ട് 8 പ്രോയില്ല അതേപോലെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ സിം ട്രേ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇവിടെ ഡുവൽ സിം ആണ്. അതേപോലെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോണിൻ്റെ ടോപ്പ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു IR ബ്ലാസ്റ്റർ അതേപോലെ മൈക്രോളും കാണാൻ സാധിക്കും. ദെൻ ബോട്ടം വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മിഡിലായിട്ട് USB Type-C ചാർജ് പോർട്ടും അതേപോലെ സ്പീക്കർ ഗ്രില്ലും പിന്നെ മൈക്ക് ഹോളും കാണാൻ സാധിക്കും. ഇവിടെ നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നോട്ട് 8ന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടും അതേപോലെ ബാക്കും നിർമ്മിച്ചിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5 തന്നെയാണ്. സോ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറ ഡിസൈൻ ആണ് പുറകു വശത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഫോണിൻ്റെ ബോട്ടം വശത്ത് നിന്ന് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. പിന്നെ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഒരു ചെറിയൊരു ഗ്രേഡിയൻറ്റ് കളർ ഇതായിട്ടുള്ള തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ സൈഡിൽ അലൂമിനിയം മെറ്റൽ ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.3 ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ 1080x2280 സ്ക്രീൻ റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ചെറിയൊരു ചിഹ്നം ഇവിടെ ഉണ്ട്. അതേപോലെ അതിൻ്റെ താഴെയായിട്ട് റെഡ്മിയുടെ ബ്രാൻഡും കൊടുത്തിട്ടുണ്ട്. സോ ഇനി ക്യാമറ, ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ട് നോച്ച് ഇതായിട്ടില്ലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഫിംഗർ പ്രിന്റ് പുറകുവശത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നോട്ട് 8 പ്രോയിൽ ക്യാമറയുടെ താഴെയായിട്ട് തന്നെയാണ് ഫിംഗർ കൊടുത്തിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു റീസൺ ഉണ്ട് അത് പുറകുവശത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടില്ല. അപ്പം ഇതിൽ നോട്ട് 8ലാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ടോപ്പ് മിഡിൽ ഭാഗത്തായിട്ട് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫിംഗർ പ്രിന്റ് ബമ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ഗ്ലാസിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേഡിയൻ്റ് കളർ തന്നെയാണ്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഗ്രേഡിയൻ്റ് കളറിൽ സെയിം ആയിട്ട് തന്നെയാണ് ഫിംഗർ പ്രിന്റിൻ്റെ ഇതായിട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും ദെൻ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 60 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ നോട്ട് 8 ക്യാമറ യൂസ് ചെയ്ത് എടുത്ത ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്താം. നെക്സ്റ്റ് ഇനി പ്രൊസസ്സർ നോക്കാന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 665 ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂല് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും, അതിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ബാറ്ററി വരുന്നത് 4000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത്. 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഫോണിന്റെ വെയിറ്റ് അത്രയായിട്ട് തോന്നിപ്പിക്കുന്നില്ല. നമ്മുടെ നോട്ട് 8 പ്രോയിലാണെന്നുണ്ടെങ്കിൽ 200 gram ആണ് വരുന്നത്. അത് മാത്രമല്ല അതിൽ 4500 mAh ബാറ്ററി ആണ് വരുന്നത്. സോ ഇതിൽ നോട്ട് 8ന്റെ ഭാരം വരുന്നത് 188 gram തന്നെയാണ്. സോ നോട്ട് 8 പ്രോയുടെ അത്ര ഭാരം ഇതിൽ തോന്നിപ്പിക്കില്ല. അത് മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 9 വേർഷൻ ആണ് കറന്റ് ഇതിൽ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ MIUI 10 യൂസർ ഇന്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് മന്തോട് കൂടിയിട്ട് നമുക്ക് 11ന്റെ അപ്ഡേറ്റ് ലഭിക്കും. പിന്നെ ഇനി ക്യാമറ ആപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിംസിലും അതേപോലെ ഫുൾ HD വീഡിയോസ് 60 ഫ്രെയിംസിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അതേപോലെ 1080 പിക്സൽ സ്ലോ മോഷൻ 120 പിക്സലിലും 120 FPS-ലും പിന്നെ 720 പിക്സൽ സ്ലോ മോഷന് നമുക്ക് 240 FPS-ലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് മാക്രോ വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഇനി നോട്ട് 8ന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയാന്നുണ്ടെങ്കിൽ ഡിസൈന് പക്ക അടിപൊളി തന്നെയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൂടിയാണ്. പേഴ്സണലി എനിക്ക് ഈ ഗ്രേഡിയന്റ് ഫിനിഷിങ്ങുള്ള ഫോൺസിനോടൊക്കെ നല്ല താല്പര്യമാണ്. അപ്പം നമുക്ക് ഇതിൽ ചെറിയൊരു ഗ്രേഡിയന്റ് ഇഫക്റ്റ് തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസിന്റെ 5 പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത്. സോ ചെറിയ വീഴ്ചയെന്നൊക്കെ നമുക്ക് നമ്മുടെ ഫോൺ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ നോട്ട് 8 പ്രോയുടെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഫിംഗർ പ്രിന്റ് വളരെ ഫാസ്റ്റ് തന്നെയാണ്. നോട്ട് 8ലും ഫാസ്റ്റ് തന്നെയാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഇന്റർഫേസിലേക്ക് തന്നെയാണ് കയറുന്നത്. സോ നമുക്ക് അത് സ്വൈപ്പ് ചെയ്ത് യൂസർ ഇന്റർഫേസിലേക്ക് കയറേണ്ടതായിട്ടൊന്നും വരുന്നില്ല. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് 8 പ്രോയിലും അതേപോലെ നോട്ട് 8ലും ക്യാമറയുടെ ബമ്പ് വലുതായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഏകദേശം രണ്ടിനും സെയിം തന്നെ. നോട്ട് 8ൽ കുറച്ച് ചെറുതാണ്, എന്നാൽ നോട്ട് 8 പ്രോയിൽ കുറച്ച് ചെറുതായിട്ട് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാൽ നോട്ട് 8ൽ കുറച്ചൊരു വലിപ്പം, അതായത് ബമ്പിന്റെ കുറച്ചൊരു വലിപ്പമായിട്ട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഫോണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 9999 രൂപയാണ് വരുന്നത്. സോ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് 4GB റാം 64GB സ്റ്റോറേജ് വരുന്ന വേരിയന്റ് ആണ്. നെപ്റ്റ്യൂൺ ബ്ലൂ കളർ വേരിയന്റ് ആണ്. അതേപോലെ 6GB റാം 128GB സ്റ്റോറേജ് വരുന്ന വേരിയന്റ് 12999 രൂപയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ സ്പേസ് ബ്ലാക്കും നെപ്റ്റ്യൂൺ ബ്ലൂ കളറും അതേപോലെ മൂൺ ലൈറ്റ് വൈറ്റ് കളറും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെക്ക് ചെയ്യുക, അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂല് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ അൺബോക്സിങ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ MI3യുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറയാൻ മറന്നുപോയതാണ്. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.